ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന് സമാപനം കുറിച്ച് സംസ്ഥാനത്തൊട്ടുക്കും കലാശക്കൊട്ട് നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി LDF, UDF, NDA മുന്നണികളുടെ നേതൃത്വത്തിൽ കണ്ണൂരിലും കൊട്ടിക്കലാശം നടക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് വിവരങ്ങളുമായി മനോജ് മയിലും ചേരുന്നുണ്ട്. മനോജ്, പരസ്യപ്രചരണം അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ കൊട്ടിക്കലാശം നടക്കുന്നു. എത്രമാത്രം ആവേശത്തിലാണ്, പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളുമൊപ്പം പ്രവർത്തകരും? അർജുൻ, LDF-ന്റെയും UDF-ന്റെയും കൊട്ടിക്കലാശത്തിന്റെ പ്രകടനം ആരംഭിച്ചു. BJP-യുടേത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും BJP കേന്ദ്രങ്ങളും NDA കേന്ദ്രങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് LDF സ്ഥാനാർത്ഥി MV ജയരാജന്റെ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട വലിയ പ്രകടനമാണ്. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് LDF-ന്റെ ഈ കൊട്ടിക്കലാശത്തിന്റെ പ്രകടനം നടക്കുന്നത്. സമാനമായി തന്നെ UDF സ്ഥാനാർത്ഥി K സുധാകരന്റെ കൊട്ടിക്കലാശത്തിന്റെ പ്രകടനവും ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയിൽ നടക്കുന്നു. അങ്ങനെ രണ്ട് മുന്നണികളുടെയും കൊട്ടിക്കലാശം അവരുടെ കണ്ണൂരിൽ തീപ്പാറുന്ന പോരാട്ടത്തിനാണ് വേദി ഒരുക്കുന്നത്. ആ തീപ്പാറുന്ന പോരാട്ടത്തിന്റെ ആവേശ ചൂടിൽ തന്നെയാണ് പ്രവർത്തകരെല്ലാം ഉള്ളത്. അതിനനുസരിച്ചുള്ള ഒരു അത്യാവേശം നിറഞ്ഞ ഒരു പരസ്യ പ്രകടനമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നേതാക്കളെല്ലാം തന്നെ CPM-ന്റെ മുൻ MP PK ശ്രീമതി ടീച്ചർ MA ബേബി ഉണ്ട്. കണ്ണൂരിലെ ഈ കൊട്ടിക്കലാശത്തിൽ MA ബേബി, CPM ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, ഡോക്ടർ V ശിവദാസൻ MP, KP സഹദേവൻ, അങ്ങനെ LDF-ന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും അണിനിരന്നുകൊണ്ടാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ രണ്ട് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഈ ജനവിധി എന്ന് പറയുന്നത്. LDF-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ എന്നും അവരുടെ കോട്ട എന്നുള്ള രീതിയിലാണ് വരുന്നത്. കഴിഞ്ഞ തവണ K സുധാകരൻ 1 ലക്ഷം ഭൂരിപക്ഷത്തിൽ കണ്ണൂർ പിടിച്ചെടുത്തത് LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായിരുന്നു. അതിന് കണക്ക് തീർക്കുക എന്നുള്ളതാണ് LDF-ന്റെ ഇത്തവണത്തെ ലക്ഷ്യം. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ, ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ ഓരോ മണ്ഡലത്തിലും 3 തവണ വീതം എത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനമാണ് LDF-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. UDF-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ MV ജയരാജൻ മണ്ഡലത്തിൽ കളം നിറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി K സുധാകരനും വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി. അങ്ങനെ LDF-ഉം UDF-ഉം ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടം നടക്കുന്ന കണ്ണൂരിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രചരണം തന്നെ നടന്നു. എന്തായാലും കണ്ണൂർ പ്രവചനാതീതമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, ഒരു വോട്ടെടുപ്പിലേക്കാണ് പോകുന്നത്. എന്തായാലും മറ്റന്നാൾ കേരളം വിധി എഴുതുകയാണ്. ആ വിധി എഴുത്തിൽ ഏറെ നിർണായകമാകാൻ പോകുന്ന, അല്ലെങ്കിൽ കേരളം ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്നുള്ളതാണ് ഈ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 94,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം UDF നേടി. അതിനുശേഷം നടന്ന 2 വർഷത്തിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാം ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി ആകെ മാറി മറിയുന്ന തരത്തിലാണ് പിന്നീട് ജനവിധിയുടെ ഏതാണ്ട് 1,23,000-ലധികം വോട്ടിന്റെ ലീഡ് ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി LDF നേടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ UDF പറയുന്നത് ഈ 2 സാഹചര്യം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലെയും നിയമസഭയിലെയും വോട്ടിംഗ് പാറ്റേൺ, അത് രണ്ടും വ്യത്യസ്തമാണെന്നാണ് ഈ UDF-ന്റെ വിലയിരുത്തൽ. പാർലമെന്റിൽ എന്നും
ദേശീയ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ചയാവുക. അത് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്നാണ് UDF-ന്റെ ഒരു പ്രതീക്ഷ. എന്തായാലും വലിയ തോതിലുള്ള ഒരു ജനസഞ്ചയത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെയാണ് LDF-ന്റെയും UDF-ന്റെയും ഈ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ രണ്ടും ഈ LDF-ന്റെയും UDF-ന്റെയും ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ ആവേശത്തോടു കൂടി പ്രവർത്തകർ അണിനിരക്കുന്ന ഒരു കൊട്ടിക്കലാശം. എന്തായാലും കർശനമായ നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. അർജുൻ, മനോജ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുധാകരൻ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ചത്. പക്ഷേ ഇത്തവണ LDF പ്രധാനമായും പ്രചരണമാക്കിയത് കഴിഞ്ഞ 5 വർഷക്കാലവും കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിന് ആവശ്യമായ ഒരു കാര്യവും MP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നതാണ്. അത്തരത്തിലുള്ള പ്രചരണമാണ് പ്രധാനമായും LDF നടത്തിയത്. ആ പ്രചരണം എത്രമാത്രം ഫലം കണ്ടു എന്നാണ് LDF സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ LDF നേതൃത്വവും പറയുന്നത്. അർജുൻ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച K. സുധാകരൻ മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്ന വിമർശനം തന്നെയാണ് LDF ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉയർത്തിയിരുന്നത്. അല്പം മുമ്പ് CPM-ന്റെ ആക്ടിംഗ് സെക്രട്ടറിയായ TV രാജേഷ് വാർത്താ സമ്മേളനം നടത്തിയും ഈ ആരോപണം അതിശക്തമായി തന്നെ ഉന്നയിക്കുകയുണ്ടായി. MP എന്ന നിലയിൽ K. സുധാകരൻ എന്തു ചെയ്തു, അത് ജനങ്ങളോട് പറയാൻ തയ്യാറാണ് എന്നാണ് LDF നേതാക്കൾ പറയുന്നത്. LDF-ന്റെ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രചരണം എന്ന് പറയുന്നതും ഇത് തന്നെയായിരുന്നു. അതായത് MP എന്ന നിലയിൽ സമ്പൂർണമായ ഒരു പരാജയം K. സുധാകരൻ എന്നുള്ള രീതിയിൽ ആ പ്രചരണത്തിൽ ഊന്നി തന്നെയാണ് ഇത്തവണ LDF പ്രചരണ പ്രവർത്തന രംഗത്ത് സജീവമായത്. തുടക്കം മുതൽ തന്നെ MP എന്ന നിലയിൽ K. സുധാകരൻ മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്ന കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് LDF പ്രചരണ പ്രവർത്തന രംഗത്തേക്ക് കടന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോഴും ആ ആരോപണത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് LDF-ന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ പോകുന്നത്. സ്ഥാനാർത്ഥിയായാലും മറ്റ് LDF നേതാക്കളെല്ലാം തന്നെ പറയുന്നതും അതേ രീതിയിൽ തന്നെയാണ്. MP എന്ന നിലയിൽ K. സുധാകരൻ ഈ 5 കൊല്ലവും മണ്ഡലത്തിൽ സജീവമായിരുന്നില്ല എന്നുള്ള ആരോപണം തന്നെയാണ് പ്രധാനമായും ഈ LDF ഈ ക്യാമ്പയിനിലൊക്കെ തന്നെ ഉന്നയിച്ചത്. എന്തായാലും അത് എത്രത്തോളം വോട്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാവുക. കാരണം MP എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം ജനങ്ങൾ വിലയിരുത്തുക സ്വാഭാവികമാണ്. കഴിഞ്ഞ തവണ അതായത് K. സുധാകരനെ പരാജയപ്പെടുത്തി പാർലമെന്റിലെത്തിയ PK ശ്രീമതി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, K. സുധാകരൻ അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി LDF ഉയർത്തിക്കാട്ടിയത്. നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഈ കൊട്ടിക്കലാശത്തിന്റെ പ്രകടനം എത്തി. ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം LDF ഉന്നയിക്കുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ PK ശ്രീമതി MP ആയതിനു ശേഷം അത് കഴിഞ്ഞതിന് ശേഷം ഒരു നടപടികളും പിന്നീട് ഇതിന്റെ വികസനത്തിന് വേണ്ടി ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി ഈ LDF ഉയർത്തുന്നത്. അർജുൻ, മനോജ്, K. സുധാകരനെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. KPCC അധ്യക്ഷനായിരിക്കെയാണ് വീണ്ടും K. സുധാകരൻ കണ്ണൂരിൽ മത്സരത്തിനിറങ്ങുന്നത്. K. സുധാകരൻ മത്സരത്തിനില്ലെങ്കിൽ ലീഗിന് സീറ്റ് നൽകണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളുമായി മുസ്ലിം ലീഗ് ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. പിന്നീട് നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് K. സുധാകരൻ വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. അതുകൊണ്ട് തന്നെ K. സുധാകരനെ സംബന്ധിച്ചിടത്തോളവും ഇത്തവണ വിജയം ഉറപ്പിക്കണമെന്ന കാര്യത്തിൽ മറ്റ് പിന്നോട്ട് പോകുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളും പാടില്ല എന്നുള്ള തലത്തിൽ തന്നെയാണ് പ്രചരണം നടത്തിയത്. ലീഗും ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അബ്ദുൽ കരീം ചേലേരി, ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്. ഇത്തരത്തിൽ ലീഗിന്റെ ഭാഗത്ത് നിന്നും K. സുധാകരൻ തന്നെ കണ്ണൂരിൽ മത്സരാർത്ഥിയാവണമെന്നുള്ള ആവശ്യവും ലീഗ് മുന്നോട്ട് വെച്ചിരുന്നു. അല്ലാത്ത പക്ഷം ആ സീറ്റ് ലീഗിന് നൽകണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെച്ചിരുന്നു. എത്രമാത്രം ഈ പ്രചരണത്തിൽ ഇത്തവണ K. സുധാകരന് ഈ സീറ്റ് നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്? അർജുൻ,
കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂർ പാർലമെന്റ് സീറ്റിലെ വിജയം എന്നുള്ളത് ഏറെ നിർണായകമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ അത് ഏറെ നിർണായകമാണ്. ഏതെങ്കിലും തരത്തിൽ കണ്ണൂരിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് രാഷ്ട്രീയമായി കെ സുധാകരന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന ബോധ്യം അദ്ദേഹത്തിന് തന്നെയുണ്ട്. എന്തായാലും കെ സുധാകരൻ ഇത്തവണ തന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നില്ല എന്നുള്ള രീതിയിൽ UDF പ്രചരണം നടത്തുമ്പോൾ കെ സുധാകരൻ പറയുന്നത് പരമാവധി വികസനം ഇവിടെ കണ്ണൂരിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് കെ സുധാകരൻ പറയുന്നത്. അത് തന്നെയാണ് പ്രചരണ പ്രവർത്തനങ്ങൾ LDFനുള്ള മറുപടി എന്നുള്ള രീതിയിൽ അവർ ഉയർത്തുന്നതും. എന്തായാലും കെ സുധാകരൻ അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥി കണ്ണൂരിൽ മത്സരിച്ചാൽ വിജയിക്കുക എളുപ്പമല്ല എന്ന് ഈ UDF, അതായത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തുകയും സുധാകരൻ തന്നെ മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മത്സരിക്കില്ല എന്ന് പറഞ്ഞിരുന്ന കെ സുധാകരൻ വീണ്ടും കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായി എത്തിയത്. എന്തായാലും കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യം അത് ഏറെ പ്രത്യേകമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞിരുന്നു. 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വിജയം നേടാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഘട്ടത്തിൽ സ്വാഭാവികമായും ഒരു ചർച്ച വന്നത് അടുത്ത സർക്കാർ, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി. ഈ പ്രചരണം വലിയ തോതിൽ കേരളത്തിലും ഏൽക്കുകയും അത് UDFന് അനുകൂലമായ ഒരു തരംഗമുണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. അങ്ങനെയാണ് പല LDF കോട്ടകളും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ ഇത്തവണ LDF നേതാക്കൾ പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമേ അല്ല ഇത്തവണ എന്ന് അവർ പറയുന്നു. കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല എന്ന് പറയാൻ കാരണം ഇന്ത്യ മുന്നിലെ ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിലെ എല്ലാവരെയും പോലെ ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള രീതിയിൽ വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ഇന്ത്യ മുന്നണിയെ നയിക്കാൻ തക്ക പ്രാപ്തിയുള്ള ഒരു കക്ഷിയാണ് കോൺഗ്രസ് എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എന്നാണ് LDF പറയുന്നത്. പക്ഷേ ഇപ്പോഴും കോൺഗ്രസ് പറയുന്നു രാഹുൽ ഗാന്ധിയെ മുൻനിർത്തി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പ്രചരണം ഇപ്പോഴും കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ നടത്തുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പ്രചരണവും പ്രവർത്തനവും ഒക്കെ അതിൽ കേന്ദ്രീകരിച്ച് തന്നെയാണ്, അതിൽ വിശ്വാസം അർപ്പിച്ച് തന്നെയാണ് ഈ UDF ഈ പ്രചരണ പ്രവർത്തനത്തിനൊക്കെ സജീവമാകുന്നതും. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നും UDF പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ വോട്ടായി മാറുകയും കഴിഞ്ഞ തവണത്തേതുപോലുള്ള തരംഗം തവണയും UDFന് തരംഗമുണ്ടാകും. ആലപ്പുഴ ഉൾപ്പെടെ പിടിച്ചെടുക്കും, 20 സീറ്റും കിട്ടും എന്നാണ് UDFന്റെ അവകാശവാദം. എന്തായാലും വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ തന്നെ എല്ലാ മേഖലകളിലും നടക്കുകയാണ്. ആ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സജീവമായി മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു തരംഗം ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായി ഉണ്ടാകുമോ എന്നത് ഇപ്പോൾ പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. കാരണം ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച മോദി സർക്കാരിനെതിരായ കാര്യങ്ങളായിരുന്നു. അത്തരം പ്രചരണങ്ങളൊക്കെ തന്നെ നടക്കുമ്പോൾ അത്തരം പ്രചരണം നടക്കുമ്പോഴാണ് ഈ കൊട്ടിക്കലാശത്തിലേക്ക് പോകുമ്പോൾ കൊട്ടിക്കലാശത്തിലും നേതാക്കളൊക്കെ തന്നെ ആ രീതിയിൽ തന്നെ പറയുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത്. അർജുൻ, മനോജ്, അതോടൊപ്പം തന്നെ കണ്ണൂരിൽ പ്രധാന പോരാട്ടം LDFും UDFും തമ്മിലാണെങ്കിലും ഇത്തവണ കണ്ണൂരിൽ വലിയ പ്രതീക്ഷയിലാണ് NDAയും. കാരണം മുൻ കോൺഗ്രസ് നേതാവാണ് ഇത്തവണ കണ്ണൂരിൽ NDA സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മട മണ്ഡലത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയായ C രഘുനാഥാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നത്. അത് NDA എത്രമാത്രം പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്? അർജുൻ, NDA ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ്. കാരണം അവർ പറയുന്നത് മോദി അനുകൂല തരംഗം അലയടിക്കും, സംസ്ഥാനത്താകെ അത് അലയടിക്കാനുള്ള സാധ്യതയുണ്ട്, കണ്ണൂരും അതിൽ നിന്ന് മാറി നിൽക്കില്ല എന്നാണ് BJPയുടെ അവകാശവാദം. അതിൽ കഴിഞ്ഞ തവണ 69,000-ഓളം വോട്ടാണ് NDAക്ക് ലഭിച്ചത്.
NDAക്ക് ലഭിച്ചത്. അത് CK പത്മനാഭനായിരുന്നു സ്ഥാനാർത്ഥി. ആ 69,000-ഓളം വോട്ട് ഇത്തവണ 1 ലക്ഷത്തിന് മുകളിലേക്കെങ്കിലും വരാനുള്ളൊരു സാധ്യത അതാണ് BJP കാണുന്നത്. എന്തായാലും ജയിക്കും എന്ന അവകാശവാദത്തോടു കൂടി തന്നെയാണ് ഇത്തവണ LDF കളത്തിൽ നിറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ ജയിക്കുക എന്നത് നമ്മളെ ഈ അത്തരമൊരു രാഷ്ട്രീയ കാലാവസ്ഥ ഉണ്ടോ എന്നുള്ളത് നമുക്ക് സംശയാസ്പദമാണ്. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കളം നിറഞ്ഞു തന്നെ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇത്തവണ കോൺഗ്രസിൽ നിന്നും വലിയ തോതിൽ വോട്ട് തങ്ങൾക്ക് ലഭിക്കും എന്നാണ് NDA സ്ഥാനാർത്ഥി പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അടുത്ത ഒരു 6 മാസം മുമ്പ് വരെ കോൺഗ്രസിൽ സജീവമായിരുന്ന C രഘുനാഥാണ് NDAയുടെ സ്ഥാനാർത്ഥി. അപ്പോൾ കോൺഗ്രസിൽ നിന്നും വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടാകും എന്നാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ. അതാണ് അവരുടെ പ്രതീക്ഷയും. എന്തായാലും BJP സ്ഥാനാർത്ഥി C രഘുനാഥിന്റെ റോഡ് ഷോ, അതായത് ഈ കൊട്ടിക്കലാശത്തിന്റെ പ്രവർത്തനങ്ങളും അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ മുന്നണികളെല്ലാം തന്നെ സജീവമായി തന്നെ പോകുന്നു. ആ സജീവമായുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ NDA പിടിക്കുന്ന വോട്ട് എന്ന് പറയുന്നത്. NDA 1 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് കണ്ണൂരിൽ പിടിച്ചാൽ അത് ഉറപ്പായും UDFന്റെ സാധ്യതകളെയാണ് ബാധിക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു പൊതുവായ വിലയിരുത്തൽ. ആ രീതിയിൽ തന്നെ, അതായത് LDFന്റെ ജയസാധ്യതകളെ എത്രത്തോളം ഉണ്ട് എന്നതിനെ ആശ്രയിക്കുന്നത് BJP പിടിക്കുന്ന വോട്ട് കൂടി ആശ്രയിച്ചായിരിക്കും. അതായത് കഴിഞ്ഞ തവണയൊക്കെ BJPയുടെ വോട്ട് ധാരാളമായി UDFിലേക്ക് പോയി എന്നുള്ളൊരു അവകാശവാദം LDF നടത്തുന്നു. ഇന്ന് P രാജേഷും ആ രീതിയിൽ തന്നെയാണ്. അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ, സുധാകരൻ മത്സരിക്കുമ്പോഴെല്ലാം BJPയുടെ വോട്ട് ഗണ്യമായി കുറയുന്നു. ഇതിന് വോട്ട് കച്ചവടം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളൊരു ആരോപണം LDF ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇത്തവണ അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാകില്ല എന്നാണ് NDAയുടെ അവകാശവാദം. ഇത്തവണ തങ്ങളുടെ വോട്ട്, തങ്ങളുടെ അനുഭാവി വോട്ട് പൂർണ്ണമായും ലഭിക്കും എന്നുള്ളൊരു അവകാശവാദം NDAയും ഉയർത്തുന്നുണ്ട്. അർജുൻ, മനോജിലേക്ക് വരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടത്തിയിരിക്കുകയാണ് മുന്നണികൾ. ബൈക്കുകളിലും മറ്റുമായി നിരവധി പ്രവർത്തകരാണ് കുട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും, സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കലാശക്കൂട്ട് ആവേശഭരിതമായി തന്നെ മാറുകയാണ്. 6 മണിവരെയാണ് പരസ്യ പ്രചരണത്തിന് അനുവദിച്ച സമയം. അതിനുശേഷം നിശബ്ദ പ്രചരണമാണ്. മനോജ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന, പ്രാധാന്യമേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളാണ് കണ്ണൂരും അതുപോലെ തന്നെ വടകരയും കാസർഗോഡുമൊക്കെ. അതിന്റെ സൂചനകൾ തന്നെയാണ് ഈ കുട്ടിക്കലാശത്തിലെ പ്രവർത്തകരുടെ, അണികളുടെ എണ്ണം തെളിയിക്കുന്നത്. തങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നങ്ങൾ പതിച്ച ടീഷർട്ടും ഉൾപ്പെടെ ധരിച്ചാണ് പ്രവർത്തകർ കുട്ടിക്കലാശത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. 6 മണിവരെയാണ് പരസ്യ പ്രചരണത്തിനുള്ള സമയം. മനോജിലേക്ക് തന്നെ ഞാൻ തിരിച്ചു പോവുകയാണ്. മനോജ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ തവണ K സുധാകരൻ ഏതാണ്ട് 1 ലക്ഷത്തോടടുത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കണ്ണൂരിൽ നിന്ന് വിജയിച്ചത്. പക്ഷേ ഇത്തവണ ആ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് LDF അവരുടെ പ്രമുഖ നേതാവായ MB ജയരാജനെ തന്നെ രംഗത്തിറക്കിയത്. പക്ഷേ ഈ 1 ലക്ഷത്തോടടുത്തുള്ള ഭൂരിപക്ഷം മറികടന്നുള്ള ഒരു വിജയം, അത് ഏറെ സമഗ്രമായ ദൗത്യം തന്നെയാണ്. ആ ദൗത്യത്തിനാവശ്യമായ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പ്രധാനമായും LDFന്റെ ഭാഗത്ത് നിന്ന് എടുത്തു പറയാനായി ഉണ്ടായത്? അർജുൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ തവണത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല ഇപ്പോൾ എന്ന് വളരെ വ്യക്തമായി തന്നെ LDFന്റെ നേതാക്കളൊക്കെ തന്നെ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം, ആ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് UDFന്റെ ഒരു തരംഗം ഇവിടെ ഉണ്ടാകുന്നത്. ഇത്തവണ അതുണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറയുകയാണ് LDF നേതാക്കൾ. അതിന് അവർ പല കാരണങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ കൊട്ടിക്കലാശത്തിന്റെ ഈ പ്രകടനത്തിനെ നയിക്കുന്നത് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയാണ്. MA ബേബിയോട് നമുക്ക് സർ, എങ്ങനെയാണ് സഖാവേ, ഈ കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യമല്ല എന്ന് LDF നേതാക്കൾ ഒന്നടങ്കം പറയുന്നുണ്ട്. എന്താണ് അതിനൊരു അടിസ്ഥാനം? ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി ഇന്ത്യൻ ഭരണഘടനയെ ആസ്പദമാക്കി ജനാധിപത്യത്തിലും മതേതരത്വത്തിലും അധിഷ്ഠിതമായ ഒരു സമൂഹമായി ഇന്ത്യ മുന്നോട്ട് പോണോ, അതോ RSS മുന്നോട്ട് വെക്കുന്ന മനുസ്മൃതിയെ
ആസ്പദമാക്കിയാണോ ഭാവി ഇന്ത്യ കെട്ടിപ്പടുക്കേണ്ടത്? ഈ വിഷയത്തിൽ അടിയുറച്ച സമീപനം ഇടതുപക്ഷത്തിനാണുള്ളത്. അതുകൊണ്ട് ഉറപ്പായി ഇത്തവണ LDF-ന്റെ ഒരു തരംഗം ഉണ്ടാകും. ഇന്ത്യൻ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് താല്പര്യമുള്ളവർ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തും. എന്തായാലും CAA ആണ്, പൗരത്വ നിയമമാണ് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയം. ഇക്കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് അത് LDF-ന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമെന്ന് കരുതാമോ നമുക്ക്? മതസ്വാതന്ത്ര്യവും മതസൗഹാർദ്ദവുമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അതിനെതിരാണ് RSS. അക്കാര്യത്തിൽ കോൺഗ്രസ് നിശബ്ദത പാലിക്കുമ്പോൾ എങ്ങനെ കോൺഗ്രസിന് വിശ്വസിക്കും എന്നാണ് സ്വാഭാവികമായും ജനങ്ങൾ ചിന്തിക്കുന്നത്. എത്ര സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ? ഭൂരിഭാഗം സീറ്റ് അതാണോ? ഒരു നമ്പർ പറയാൻ കഴിയുമോ ഈ ഘട്ടത്തിൽ? ഞങ്ങളിപ്പോ ലക്ഷ്യം വെക്കുന്ന 20 സീറ്റും ജയിക്കുക എന്നുള്ളതാണ്. അതിനുള്ളൊരു സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യമുണ്ട്. അതിനനുകൂലമായ പ്രവർത്തനമാണ് 20 മണ്ഡലങ്ങളിൽ നടക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടുകൂടി MA ബേബി പ്രതികരണം നടത്തുകയാണ്. 20-20 സീറ്റ് എന്നുള്ള രീതിയിൽ. അതായത് വളരെ അതിശക്തമായ ഒരു ഇടത് തരംഗം കേരളത്തിൽ ഇത്തവണ അലയടിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ PK ശ്രീമതി ടീച്ചർ കൂടി, കണ്ണൂർ മണ്ഡലത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, മുൻ MP. നമുക്ക് എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിലെ ഒരു കണക്കുകൂട്ടൽ എങ്ങനെയാണ്? വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ പ്രതികരിക്കുന്നത്. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി പ്രവർത്തിക്കാത്ത, നിഷ്ക്രിയനായിട്ടുള്ള, പാർലമെന്റിനകത്തോ പുറത്തോ ഈ മണ്ഡലത്തിലോ കാണാത്ത ഒരു വ്യക്തിയാണ് ഇപ്രാവശ്യത്തെ UDF-ന്റെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി പരാജയപ്പെടണമെന്നാണ് കണ്ണൂർ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, വോട്ടർമാർ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ഈ കണ്ണൂർ ജില്ലയുടെ മുക്കിലും മൂലയിലും ഓരോ ജനവിഭാഗത്തെയും കൃത്യമായിട്ട് അറിയുന്ന, ഏറ്റവും ആത്മാർത്ഥതയും സത്യസന്ധതയും അതുപോലെ പ്രതിബദ്ധതയും സന്നദ്ധതയും ഒത്തുചേർന്ന, നിർഭയനായ, അവകാശത്തിന് മുൻപിൽ ഒരു തരി മുട്ടുമടക്കാത്ത ഒരു പോരാളി, അത് ജനങ്ങളോടൊപ്പം ജനമനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി സഖാവ് MV ജയരാജനെ പോലുള്ള ഒരു ജനപ്രതിനിധിയെ കണ്ണൂർ പാർലമെന്റിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈ മണ്ഡലത്തിന്റെ സൗഭാഗ്യമാണ്. സഖാവ് MV ജയരാജൻ ജയിക്കും, വലിയ ഭൂരിപക്ഷത്തോട് വിജയിക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് LDF ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നാണ് നേതാക്കൾ PB അംഗം MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ. നമുക്കറിയാം നേതാക്കളൊക്കെ തന്നെ LDF-ന്റെ ജില്ലാ കൺവീനർ N ചന്ദ്രൻ, KP സഹദേവൻ, പ്രകാശൻ മാസ്റ്റർ, കാസിം ഇരിക്കൂർ, INL-ന്റെ സംസ്ഥാന പ്രസിഡന്റ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, CPM-ന്റെ ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി TV രാജേഷ്, ഡോക്ടർ V ശിവദാസൻ MP, അങ്ങനെ CPI-യുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഉണ്ട്. LDF-ന്റെയും CPM-ന്റെയും LDF-ന്റെയും കേരള കോൺഗ്രസിന്റെയും CPM-ന്റെയും CPI-യുടെയും കേരള കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ സമാനമായ രീതിയിൽ തന്നെയാണ് UDF-ന്റെയും പ്രചരണ പ്രവർത്തനങ്ങൾ പോകുന്നത്, BJP-യുടെയും പ്രചരണ പ്രവർത്തനങ്ങൾ പോകുന്നത്. നമുക്കറിയാം കൊട്ടിക്കലാശത്തിന്റെ മണിക്കൂറുകൾ ഇനി ആകെ 1 മണിക്കൂർ, 1.5 മണിക്കൂറോളമാണ് ഇനി അവശേഷിക്കുന്നത്. അർജുൻ, LDF-ന്റെ കുട്ടിക്കലാശത്തിന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉൾപ്പെടെയുള്ള, മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് നേതൃത്വം നൽകുന്നത്. 6 മണിവരെയാണ് കുട്ടിക്കലാശത്തിന് പരസ്യപ്രചരണത്തിന് അനുവദിച്ച സമയം. LDF-ന്റെ കുട്ടിക്കലാശം 6 മണിയോടെ കാൾടാക്സ് ജംഗ്ഷനിൽ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സമാപിക്കുക. UDF-ന്റെ കുട്ടിക്കലാശവും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥാനാർത്ഥി K സുധാകരനെ വഹിച്ചുകൊണ്ടുള്ള റോഡ് ഷോ ഉൾപ്പെടെ കണ്ണൂരിൽ നടക്കുകയാണ്. NDA-യുടെ സ്ഥാനാർത്ഥി C രഘുനാഥനെ വഹിച്ചുകൊണ്ടുള്ള റോഡ് ഷോയും കണ്ണൂരിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ കുട്ടിക്കലാശം ആവേശഭരിതമാക്കി സ്ഥാനാർത്ഥികളും മുന്നണികളും പ്രവർത്തകരും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തയ്യാറെടുക്കുന്ന ഒരു കാഴ്ചയാണ്, വോട്ടെടുപ്പിന് തയ്യാറെടുക്കുന്ന ഒരു കാഴ്ചയാണ് സംസ്ഥാനത്തൊട്ടുക്കും കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടിന്റെ പക്ഷത്തിൽ വിജയിച്ച K സുധാകരൻ തന്നെയാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. ഇത്തവണ കണ്ണൂർ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ CPM-ന്റെ സമുന്നത നേതാവായ MV ജയരാജനാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഏതാണ്ട് 3 മാസം മുൻപ് കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്ന C രഘുനാഥാണ് NDA സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത്. ഇത്തരത്തിൽ വാശിയേറിയ ഒരു പോരാട്ടത്തിന് തന്നെയാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത്. കണ്ണൂർ ജില്ലയോട് ചേർന്ന് കിടക്കുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിലും വാശിയേറിയ ഒരു പോരാട്ടം തന്നെ നടക്കുകയാണ്.
LDF സ്ഥാനാർത്ഥിയായി മുൻ ആരോഗ്യമന്ത്രി KK ശൈലജയും UDF സ്ഥാനാർത്ഥിയായി യൂത്ത് കോൺഗ്രസ് നേതാവ് ഷാഫി പറമ്പിലും NDA സ്ഥാനാർത്ഥിയായി പ്രഫുൽ കൃഷ്ണനുമാണ് വടകരയിൽ മത്സരിക്കുന്നത്. ഷാഫി പറമ്പിലും KK ശൈലജയും തമ്മിൽ പ്രചരണ രംഗത്ത് ഏറെ മുന്നേറുന്ന വാശിയേറിയ ഒരു പ്രചരണത്തിന് തന്നെ വടകര മണ്ഡലം സാക്ഷ്യം വഹിച്ചിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലമായി വടകര ഇതിനകം തന്നെ മാറിയിട്ടുണ്ട്. കണ്ണൂരും അത്തരത്തിൽ വാശിയേറിയ ഒരു പോരാട്ടത്തിന് തന്നെയാണ് ഇത്തവണ സാക്ഷ്യം വഹിക്കുന്നത്. UDFന്റെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ മുതിർന്ന നേതാവായ KPC അധ്യക്ഷനായിരുന്ന K സുധാകരനും CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന MV ജയരാജനും തമ്മിൽ നേർക്കുനേർ പോരാടുന്ന ഒരു കാഴ്ചയാണ് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് കാണാൻ കഴിയുന്നത്. LDFന്റെ പ്രചരണം എത്രമാത്രം മുന്നേറി എന്നത് തെളിയിക്കുന്ന രീതിയിലാണ് കൊട്ടിക്കലാശത്തിന്റെ ദൃശ്യങ്ങളും നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ തന്നെ കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രവർത്തകർ ആവേശഭരിതരായി നൃത്തമാടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. 20 പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് ഉൾപ്പെടെ രണ്ടാം ഘട്ടമായാണ് സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് നടക്കുന്നത്. 20 മണ്ഡലങ്ങളിലായി 194 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 25ഓളം സ്ഥാനാർത്ഥികൾ സ്ത്രീകളാണ് എന്നത് പ്രത്യേകതയുമുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിലും വാശിയേറിയ തന്നെ നടക്കുകയാണ്. കാസർഗോഡ് ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് UDFന് വേണ്ടി ജനവിധി തേടുന്നത്. CPM പക്ഷേ ആ സീറ്റ് തിരിച്ചുപിടിക്കുന്നതിനായി മുതിർന്ന CPM നേതാവായ MV ബാലകൃഷ്ണനെയാണ് രംഗത്തിറക്കിയത്. NDA സ്ഥാനാർത്ഥിയായി ML അശ്വിനിയും മത്സരരംഗത്തുണ്ട്. സീറ്റ് നിലനിർത്തുമെന്ന വാശിയേറിയ ഒരു പ്രചരണം തന്നെയാണ് ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ കാഴ്ചവെച്ചത്. എന്നാൽ സീറ്റ് തിരിച്ചുപിടിക്കുന്ന രീതിയിൽ മികച്ച ഒരു പ്രചരണം നടത്താൻ LDFനും സാധിച്ചിട്ടുണ്ട്. പാർലമെന്റ് മണ്ഡലത്തിൽ NDA കൊട്ടിക്കലാശം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. C രഘുനാഥാണ് NDA സ്ഥാനാർത്ഥിയായി കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ടീഷർട്ടുകൾ ഉൾപ്പെടെ ധരിച്ചാണ് പ്രവർത്തകർ കലാശക്കൂട്ടിൽ പങ്കെടുക്കുന്നത്. ഇത്തവണ NDA വലിയ വിജയപ്രതീക്ഷയിലാണ്. സംസ്ഥാനത്തും ഇത്തവണ അക്കൗണ്ട് തുറക്കും. കൂടുതൽ സീറ്റുകൾ NDA നേടുമെന്ന നിലയിൽ തന്നെയാണ് BJP നേതാക്കളുടെ ഒക്കെ തന്നെ പ്രതികരണം ഉണ്ടായത്. അതിൽ പ്രധാനമായും സംസ്ഥാനത്ത് NDA ഏറെ പ്രതീക്ഷിക്കുന്ന മണ്ഡലം തൃശൂരാണ്. സുരേഷ് ഗോപിയാണ് അവിടെ NDAയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. വലിയ വാശിയേറിയ പോരാട്ടത്തിനാണ് തൃശൂർ സാക്ഷ്യം വഹിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി K മുരളീധരനും LDF സ്ഥാനാർത്ഥിയായി മുൻ മന്ത്രി VS സുനിൽകുമാറും NDA സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും ജനവിധി തേടുന്ന തൃശൂരും സംസ്ഥാനത്തെ ഏറെ ശ്രദ്ധ നേടിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. കണ്ണൂരിലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണ NDA ഉള്ളത്. കാരണം മുൻ കോൺഗ്രസ് നേതാവായ C രഘുനാഥാണ് ഇത്തവണ കണ്ണൂരിൽ ജനവിധി തേടുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള നിരവധി വോട്ടുകൾ ഇത്തവണ BJPക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയുമൊപ്പം BJP NDA നേതൃത്വവും. ഇത്തരത്തിൽ കുട്ടിക്കലാശം പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി ഏതാണ്ട് 1 മണിക്കൂർ മാത്രം ശേഷിക്കെ വോട്ടുകൾ സ്വന്തമാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവസാനപ്പെട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കിയ രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥിയും കുട്ടിക്കലാശത്തിൽ പരസ്യപ്രചരണത്തിൽ പങ്കെടുക്കുന്നത്. നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 20 മണ്ഡലങ്ങളിൽ 19 സീറ്റിലും വിജയിച്ച
വലിയ വിജയം കരസ്ഥമാക്കാൻ UDF സാധിച്ചിരുന്നു. ആ ഒരു രീതിയിൽ തന്നെ ഇത്തവണയും വലിയ വിജയം സ്വന്തമാക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഭൂരിഭാഗം മണ്ഡലങ്ങളിലും UDF സിറ്റിംഗ് MP-മാരെ തന്നെ ഇത്തവണയും മത്സരരംഗത്ത് ഇറക്കിയത്. അതിന്റെ ഭാഗമായാണ് കണ്ണൂരിൽ കെ സുധാകരനും കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താനും ഇത്തവണയും ജനവിധി തേടുന്നത്. പക്ഷേ വടകരയിൽ മാറ്റമുണ്ടായി. വടകരയിൽ കെ മുരളീധരനെ തൃശൂരിലേക്ക് ഇത്തവണ മാറ്റുകയും ഷാഫി പറമ്പിലിനെ വടകരയിൽ ഇറക്കുകയുമാണ് UDF ചെയ്തത്. വടകര കഴിഞ്ഞ 3 തവണയായി UDF-നൊപ്പം നിലകൊണ്ട മണ്ഡലമാണ്. ആ മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPM-ലെ ഏറ്റവും ജനകീയ മുഖമെന്ന് വിശേഷിപ്പിക്കാവുന്ന KK ശൈലജയെ ഇത്തവണ സ്ഥാനാർത്ഥിയായി LDF വടകരയിൽ രംഗത്തിറക്കിയത്. അതേ രീതിയിൽ തന്നെയാണ് അവിടെ പ്രചരണവും മുന്നേറിയത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായ സംസ്ഥാനം ഒട്ടുക്കും വടകരയെ വിശേഷിപ്പിക്കുന്നത്. അത്രമാത്രം പ്രചരണ രംഗത്ത് സജീവമായിരുന്നു KK ശൈലജയും ഒപ്പം ഷാഫി പറമ്പിലും. ഇതേ രീതിയിൽ തന്നെ വാശിയേറിയ പ്രചരണം തന്നെയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും നടന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കെ സുധാകരനും MV ജയരാജനും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് തന്നെയാണ് കണ്ണൂർ സാക്ഷ്യം വയ്ക്കുന്നത്. ഒപ്പം NDA സ്ഥാനാർത്ഥിയായി തങ്ങളുടെ ശക്തി തെളിയിക്കാനായി NDA സ്ഥാനാർത്ഥിയായി C രഘുനാഥും മത്സര രംഗത്തുണ്ട്. മറ്റന്നാൾ വെള്ളിയാഴ്ച രാവിലെ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഓരോ വോട്ടും തങ്ങളുടേതാക്കി മാറ്റാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് മുന്നണികൾ. ഇന്ന് 6 മണിയോടെ പരസ്യ പ്രചരണം പൂർത്തിയാകുമ്പോൾ പിന്നീട് നിശബ്ദ പ്രചരണമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നടത്തുക. ഓരോ വോട്ടും തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള അവസാനവട്ട പരിശ്രമത്തിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഉള്ളത്.
വി ശിവദാസൻ MP ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പരസ്യപ്രചരണത്തിന്റെ സമാപനം കുറിച്ചുള്ള കുട്ടിക്കലാശത്തിന്റെ ഭാഗമായി തലശ്ശേരിയിൽ PV അൻവർ സംസാരിക്കുകയാണ്. അതിലേക്ക് മത്സരിക്കുന്ന കാലത്ത് LDF-നും UDF-നും കിട്ടിയിരുന്ന മണ്ഡലത്തിലെ 2016 തെരഞ്ഞെടുപ്പ് പാറ്റേൺ നിങ്ങൾ പരിശോധിക്കൂ. 17,000 വോട്ടാണ് UDF-ന്റെ സ്ഥാനാർത്ഥിക്ക്, 44,000 വോട്ട് ഒറ്റയടിക്ക് BJP-ക്ക് മറിച്ചു കൊടുത്തു. O രാജഗോപാലിനെ നമ്മുടെ നിയമസഭയിൽ എത്തിച്ചവർ ഈ കോൺഗ്രസുകാരാ. നിയമസഭാ സമ്മേളനം തുടങ്ങി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ കണക്കുകൾ അവതരിപ്പിച്ചു. നിങ്ങളുടെ ഈ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞു. 2021 തിരഞ്ഞെടുപ്പിൽ BJP ആദ്യമായി തുറന്ന അക്കൗണ്ട് ഈ കേരളത്തിൽ നമ്മൾ പൂട്ടിച്ചു. ആ പൂട്ടിയ അക്കൗണ്ട് തുറക്കണം. അതിനെന്താണ് കച്ചവടം? ഷാഫിയെ ഇവിടെ വിജയിപ്പിക്കണം. ഷാഫിയെ ഇവിടെ വിജയിപ്പിക്കുമ്പോ പാലക്കാടിനെ കുറിച്ച് നിങ്ങൾക്കറിയുമല്ലോ. കേരളത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം പഞ്ചായത്തുകളടക്കം BJP ഭരിക്കുന്ന, നാളെ ഞങ്ങൾ പിടിച്ചെടുക്കും, നാളെ ഞങ്ങളുടേതാണ് എന്ന് BJP അവകാശപ്പെടുന്ന പാലക്കാട് മണ്ഡലം, ആ മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെ ഇവിടെ വിജയിപ്പിച്ച് അവരുടെ തിരഞ്ഞെടുപ്പ് നടത്തി BJP-യുടെ അക്കൗണ്ട് വീണ്ടും തുറക്കണം. അങ്ങനെയാണ് ഷാഫി പറമ്പിൽ ഇവിടെ എത്തിയത്. ഈ കണ്ടു കാണപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർ, മത്സരിക്കാൻ പ്രാപ്തരായവർ ഈ ജില്ലയിലും അടുത്ത ജില്ലയിലും ഉണ്ടായപ്പോൾ ഒരു പരിചയവുമില്ലാത്ത, ഈ നാടുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു വ്യക്തിയെ കൊടുന്നിറങ്ങി ഒരു സമുദായത്തെ മുഴുവൻ ബന്ധിച്ച്, ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ മുഴുവൻ ബന്ധിച്ച്, ഇവിടുത്തെ ജനങ്ങളെയും ബന്ധിച്ച് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കണം. അതിന്റെ മുക്കൂട്ട്, ആ മുക്കൂട്ട് കമ്പനി സ്ഥാനാർത്ഥി എത്താറായിട്ടുണ്ട്. ആ വിവരമാണ് പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇവിടെ നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഒന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പ് അതിനിർണായകമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം. ഇന്നലെ ഇവിടെ K. സുധാകരന്റെ PA PK മനോജ് ഇത് BJP-യിലേക്ക് പോയിരിക്കുന്നു. നാളെ നേരം വെളുത്താൽ അത് പോകാൻ തയ്യാറായിരിക്കുന്നു. ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്ത് ആസാം മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആരാണ് ഹേമന്ത് ബിശ്വാസ്? ഈ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. വെറും 2015 BJP-യിലേക്ക് പോയി അവിടെ മുഖ്യമന്ത്രിയായവൻ. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായി അനവധി തവണ ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ചയുടെ ഫലം കോൺഗ്രസ് നേരിട്ട് BJP-യിലേക്ക് വരാതെ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ ചേർത്ത് കേരളത്തിൽ വേറൊരു പാർട്ടി ഉണ്ടാക്കി. 2026 തെരഞ്ഞെടുപ്പ് ഞങ്ങൾ നേരിടും, BJP അധികാരത്തിൽ വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ജീവിക്കുന്ന ഈ ന്യൂനപക്ഷ സമുദായങ്ങൾ, ഈ മുസ്ലിം ലീഗിനെ പിന്തുണക്കുന്നവർ, ഈ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന മതേതര വിശ്വാസികൾ, നിങ്ങളൊന്ന് ആലോചിക്കുക. ഞങ്ങൾക്കിനി പറയാനില്ല. പറയാനുള്ളത് മുഴുവൻ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ നയങ്ങൾ, ഞങ്ങൾക്ക് പറയാനുള്ളത് CIA-യിൽ പോലും ഈ നിമിഷം വരെ എന്താണ് ഞങ്ങളുടെ നിലപാട് എന്ന് പറയാത്തവർ, അതിനെ മാറി മാറി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്തവർ എല്ലാം ചിന്തിക്കേണ്ട ഘട്ടമാണ്. 2024 മെയ് കൈവിട്ട് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നമുക്ക് ഒന്നിച്ചിരിക്കാനും ഒന്നിച്ചു നടക്കാനും പൊതുപ്രവർത്തനം നടത്താനും രാഷ്ട്രീയം നടത്താനുമുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടത് ഇതര സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനത്തെ എത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാകുമ്പോഴും വെറും കമ്മ്യൂണിസ്റ്റ് വിരോധം മാത്രം കുത്തിനിറച്ച് ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ കളവ് മാത്രം പ്രചരിപ്പിച്ച് വോട്ടുപാടി മുന്നോട്ട് പോകുന്ന ഈ UDF-ന്റെ നേതൃത്വത്തിന്റെ കാപട്യം ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങൾ തിരിച്ചറിയണം. ഈ നാടിന്റെ അഭിമാനമായ, കേരളത്തിന്റെ അഭിമാനമായ, ഇന്ത്യയുടെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ, അവർ ഇന്ന് ഈ കേരളത്തിൽ
ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് വിജയിച്ച് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് അയക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രിയപ്പെട്ട സഖാക്കൾ ഇനി 24 മണിക്കൂർ, ആ 24 മണിക്കൂറും അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള അവസാനത്തെ പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടുമെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളിൽ നിന്ന് ഒരു വീഴ്ചയുമില്ലാതെ പരമാവധി വോട്ടുകൾ, ഒരു വോട്ട് പോലും നഷ്ടപ്പെടുത്താതെ ചിഹ്നം നോക്കി മാത്രം വോട്ട് ചെയ്യുക.